ഹൈദരാബാദ് നഗരത്തിന് മുകളിലായി പേരിനെ അന്വർത്ഥമാക്കും വിധം ആകാശം പോലെ നിലകൊള്ളുന്ന ഒരു കൊട്ടാരമുണ്ട്. ഫലക്നുമ കൊട്ടാരം. 32 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ മഹാസൗധം ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരത്തെക്കാൾ 5 ഇരട്ടി വലുതാണ്. 1893 അന്നത്തെ ഹൈദരാബാദ് പ്രധാനമന്ത്രിയായിരുന്ന നവാബ് സർവികാർ ഉൽ ഉംറ തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പണിത ഈ കൊട്ടാരം നിസാം കാലഘട്ടത്തിന്റെ സമൃദ്ധിയും യൂറോപ്യൻ വാസ്തുവിദ്യയും സംഗമിക്കുന്ന ഒരു അത്ഭുതമാണ്. ഫലക്സുമ കൊട്ടാരം ഇന്ന് നിലകൊള്ളുന്നതിന് പിന്നിൽ ഒരു വലിയ സാമ്പത്തിക ത്യാഗത്തിന്റെ കഥയുണ്ട്. യൂറോപ്യൻ വാസ്തുവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നവാബ് സർവികാർ ഉൽ ഉംറ ഈ കൊട്ടാരം പണികഴിച്ചത്. നിർമ്മാണത്തിനായി അദ്ദേഹം ഏകദേശം 4 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇത് അദ്ദേഹത്തെ പാപ്പരാക്കാവുന്ന ഒരു വലിയ സമ്പത്തായിരുന്നു അക്കാലത്ത്. ഭാഗ്യവശാൽ കൊട്ടാരം സന്ദർശിച്ച ഹൈദരാബാദിലെ 6ാമത്തെ നിസാം മിർ മെഹബൂബ് അലി ഖാൻ അതിന്റെ പ്രൗഢിയിൽ മതിപ്പ് തോന്നി കൊട്ടാരം സ്വന്തമായി വാങ്ങാൻ തീരുമാനിച്ചു. അതോടെ ഫലക്സുമ ഹൈദരാബാദിന്റെ ആകാശ മേഖലയിലെ ഒരു രാജകീയ രത്നമായി മാറി. കൊട്ടാരത്തിന്റെ പുറം കാഴ്ച പോലെ തന്നെ ആകർഷകമാണ് അതിന്റെ രൂപകൽപ്പന. മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൊട്ടാരം ഒരു തേളിനെ പോലെയാണ് തോന്നുക. ഇത് ശക്തിയെയും സംരക്ഷണത്തെയും പ്രതിനിധീകരിക്കുന്ന രൂപകൽപ്പനയാണെന്ന് പറയപ്പെടുന്നു. ഗംഭീരമായ പടിക്കെട്ടുകൾ, വെനീഷ്യൻ ഷാൻഡ്ലിയറുകൾ, കൈകൊണ്ട് വരച്ച മേൽക്കൂരകൾ എന്നിവ സന്ദർശകരെ ചരിത്രത്തിലൂടെ പിന്നോട്ട് കൊണ്ടുപോകുന്നു. ഫലക്സുമയുടെ അകത്തളങ്ങൾ ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ട്. ഒരു വെനീഷ്യൻ കൊട്ടാരത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച ലൈബ്രറി ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിലെ വാൾനട്ട് മരത്തിന്റെ മേൽക്കൂരയും 1801 മുതലുള്ളവ ഉൾപ്പെടെ 6000-ലധികം പുസ്തകങ്ങളുള്ള ശേഖരവും നിസാമിന്റെ സ്വകാര്യ ശേഖരത്തിന്റെ ഭാഗമാണ്. ഇതുവരെ സന്ദർശിച്ച എല്ലാ രാജകീയ അതിഥികളുടെയും രേഖ ഇവിടെ ഇപ്പോഴുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഡൈനിങ് ടേബിൾ ആണ് കൊട്ടാരത്തിലെ ഡൈനിങ് റൂമിലുള്ളത്. 80 അടി നീളമുള്ള ഈ മേശയ്ക്ക് ഒരു കാലത്ത് 101 അതിഥികൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് മികച്ച ശബ്ദശാസ്ത്രത്തോടെയാണ്. ഒരറ്റത്ത് നിന്ന് പറയുന്ന മർമ്മരം പോലും മറ്റേ അറ്റത്ത് വ്യക്തമായി കേൾക്കാൻ കഴിയും. യൂറോപ്യൻ രാജകീയ പ്രതാപവുമായി മത്സരിക്കുന്ന രീതിയിലുള്ള വസ്തുക്കളും ഫലക്സുമയിലുണ്ട്. ലോകത്തിലെ കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന 2 പൈപ്പ് ഓർഗനുകളിൽ ഒന്ന് ഫലക്സുമ കൊട്ടാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ ഒന്നിന്റെ പകർപ്പായ ഒരു ബിലിയാർഡ്സ് ടേബിളും ഇവിടെയുണ്ട്. കൊട്ടാരത്തിന്റെ ഏറ്റവും മാന്ത്രിക നിമിഷം അനുഭവിക്കണമെങ്കിൽ വൃത്താകൃതിയിലുള്ള ടെറസിലേക്ക് കാലെടുത്ത് വെക്കണം. അവിടെ നിന്ന് നോക്കുമ്പോൾ ഹൈദരാബാദ് നഗരം മുഴുവൻ താഴെയായി നക്ഷത്രങ്ങൾ പോലെ മിന്നിമറയുന്ന കാഴ്ച കാണാം. എന്തുകൊണ്ടാണ് നവാബ് ഇതിനെ ഫലക്സുമ എന്ന് വിളിച്ചതെന്ന് ഈ കാഴ്ച നമ്മെ ബോധ്യപ്പെടുത്തും. ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന കൊട്ടാരം ഫലക്സുമ ഇന്നും നിസാം കാലഘട്ടത്തിന്റെ പ്രൗഢിക്ക് മങ്ങലേൽക്കാതെ നിലകൊള്ളുന്നു.